ഹായ്, ഇന്ന് എന്തായിരിക്കും വന്നതിൽ എല്ലാവർക്കും മനസ്സിലാക്കി കാണുമല്ലോ. എമ്പുരാൻ റിലീസായിരുന്നു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നും പറയണ്ട, നല്ല സിനിമ. മോശം എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നാൽ അതിഗംഭീരം എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതൊരു അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. കാരണം ഇതൊരിക്കലും ലൂസിഫറിന് താഴെ പോകുന്നൊരു പടമല്ല. എന്നാൽ ലൂസിഫറിന് വളരെ ഗംഭീരം എന്ന് പറയാൻ പറ്റുന്ന ഒരു ലെവലിലേക്കൊന്നും ഈ പടം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മേക്കിംഗ് വൈസ് ഷോട്ടുകൾ എടുത്ത് ക്യാമറ വർക്ക് ഒക്കെ അതിഗംഭീരമായിരുന്നു. പക്ഷെ എന്നാൽ 150 കോടി ചെലവഴിച്ചൊരു പടത്തിന്റെ ഉള്ളടക്കത്തിൽ കുറച്ചും കൂടി എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ്. എബ്രഹാം ഖുറൈഷിയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള സയ്യദ് മസൂദിന്റെ കഥയാണ് സിനിമ സംസാരിക്കുന്നത്. ചെറുപ്പത്തിൽ ആരായിരുന്നു, എങ്ങനെയായിരുന്നു, അദ്ദേഹം എങ്ങനെ ഒറ്റപ്പെട്ടു, അദ്ദേഹം എങ്ങനെ എബ്രഹാം ഖുറൈഷിയുടെ അടുത്തെത്തി, പിന്നെ അയാളെ ചെറുപ്പത്ത് സംഭവിച്ച പ്രശ്നങ്ങൾ എങ്ങനെ അവസാനമാകുമ്പോൾ കൈകാര്യം ചെയ്തു, പ്രതികാരം ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൃത്യമായിട്ട് ഇത് സംസാരിക്കുന്നത്. ഒരുപക്ഷെ എബ്രഹാം ഖുറൈഷിനെക്കാട്ടിയും കൂടുതൽ കഥ സംസാരിക്കുന്നത് സയ്യിദ് മസൂദിനെ കുറിച്ചാണെങ്കിലും കഥ കൊണ്ടുപോകുന്നത് എബ്രഹാം ഖുറൈഷി ആണെന്ന് പറയാം. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ക്യാരക്ടർ വരുന്നുണ്ടെങ്കിൽ കൂടിയും അത് കേരളത്തിൽ വരുന്നുണ്ട്. കൃത്യമായിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം കേരളത്തിലെത്തി കൃത്യമായിട്ട് അത് ഒരു ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന സീൻ തന്നെയാണ്. എനിക്കില്ലേ സീറ്റ് നിങ്ങനെ എന്താക്കേണ്ടതെന്ന് മനസ്സിലാവാത്ത രീതിയിലൊരു സംഭവമായിരുന്നു കേട്ടോ. ആ കേരളത്തിൽ വന്നതിന് ശേഷമുള്ള സാധനം അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ രീതിയിലൊക്കെ പടം അതിഗംഭീരമായിരുന്നു. അതുമാത്രമല്ല ക്യാമറ വർക്ക് ഓരോ വിദേശ രാജ്യങ്ങളിൽ കാണിക്കുമ്പോഴും അവിടുത്തെ ഒക്കെ കൃത്യമായിട്ട് ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഷോട്ടുകളെല്ലാം എടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് ഹാഫ് എല്ലാം ഭയങ്കരമായിട്ട് രോമാഞ്ചം വരുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു സമയത്ത് കേരളത്തിൽ കാണിക്കുമ്പോൾ കേരളത്തിൽ എവിടെ എസ്തപ്പാൻ എവിടെ, സ്റ്റീഫൻ നെടുമ്പള്ളി എവിടെ എന്നുള്ള രീതിയിൽ ആളുകൾ ചോദിക്കുമ്പോൾ എനിക്ക് എന്നെ കൂസ്പം വന്നു. പക്ഷെ അവിടെ നിന്നും മോഹൻലാലിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സമയമെടുത്തത് എനിക്ക് അത്ര ഇതായില്ല. കാരണം വെച്ചാൽ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു വിധത്തിൽ ഇൻട്രോ കൊടുത്ത് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, കാരണം കേരളത്തിലത്തെ ഒരു പ്രശ്നം ചർച്ച ചെയ്യുമ്പോഴാണല്ലോ ഈ പറയുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിനെ അന്വേഷിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിനെ കാണിക്കുന്നത് വിദേശ രാജ്യത്തിലെ എബ്രഹാം ഖുറൈഷി ആയിട്ടാണ്. അപ്പോൾ ആ സംഭവം വരുമ്പം നമുക്ക് അത് പിന്നെയും കുറച്ചും കൂടി സമയമെടുക്കുമ്പോൾ ആ നമുക്ക് വന്ന് കയറിയ ഹൈപ്പ് കുറച്ച് താണു നിൽക്കുന്ന പോലെ. അത് ഭയങ്കര ഇതൊന്നല്ല കേട്ടോ, പ്രശ്നമൊന്നുമല്ല. പക്ഷെ അത് സെക്കൻഡ് ഹാഫിൽ സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ട് വരുന്ന സംഭവമുണ്ട്. ഞങ്ങൾക്കിങ്ങനെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഭയങ്കരമായിട്ട് ലൈക്കാവുന്നുണ്ട്. സിനിമയിൽ മൊത്തത്തിൽ സെക്കൻഡ് ഹാഫ് പ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് എനിക്ക് ഇഴഞ്ഞു നീങ്ങുന്നത് പോലെ തോന്നി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ ആ ക്ലൈമാക്സ് അടിയൊക്കെ വരുമ്പോൾ ഇത് എന്തായാലും വില്ലന്മാരെ കൊല്ലും, അത് നമുക്ക് ഉറപ്പാണ്. വില്ലന് അവിടെ ഒരു റോളും ഇല്ല. തേർഡ് പാർട്ടിലേക്ക് ഇട്ടുവെച്ചൊരു സാധനമുണ്ട്, നമ്മളെ ഡ്രാഗൺ ചിഹ്നം. അതാരാന്ന് ഞാൻ ഒരിക്കലും പറയൂല. അപ്പൊ ആ ഒരു സാധനമൊക്കെ നമുക്ക് ഇതിൽ കുറച്ചും കൂടി കയറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ഗംഭീര സാധനമാണ്. കാരണം വെച്ചാൽ എവിടെയെങ്കിലും ഈ എബ്രഹാം ഖുറൈഷിയോ സയ്യിദ് മസൂദോ താണു നിൽക്കുന്ന ഒരു അവസ്ഥയില്ല. കാരണം വെച്ചാൽ വില്ലന് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എവിടെയും ഇല്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്താ പറയണ്ടേ, നായകൻ എല്ലാ സ്ഥലത്തും ഏറ്റവും മുകളിൽ നിൽക്കുന്ന നായകനാണ്. നായകനെ തൊടാൻ ഒരാൾക്കും പറ്റുന്നില്ല. അവിടെ വലിയ കാര്യമില്ലല്ലോ. അതാണ് അതിന്റെ മെയിൻ പ്രശ്നം. വില്ലന് കുറച്ചും കൂടി, അല്ലെങ്കിൽ വില്ലന്മാരാവേണ്ട ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടി ഒരു പവർ ഉണ്ടായിരുന്നെങ്കിൽ, പിന്നെ എല്ലാവരും വിചാരിച്ചതുപോലെ ആ ഒരു സാധനം ഞാൻ പറയാം, ടോവിനോ ആയിരുന്നു വില്ലനെങ്കിൽ, ടോവിനോക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതൊരു ഭയങ്കര സംഭവമായേനെ. ഇതിപ്പം എല്ലാം ഈ പറയുന്ന പോലെ എബ്രഹാം ഖുറൈഷിയും ടീമും തീരുമാനിക്കുന്നു. എബ്രഹാം ഖുറൈഷി എവിടെയാണ്, എന്താണ് ചെയ്യാൻ പോകുന്നത് ഒരു ആർക്കും മനസ്സിലാവില്ല, ആർക്കും അറിയാൻ പറ്റൂല എന്നുള്ളൊരു അവസ്ഥയിലും വരുമ്പോൾ അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ഇനിയിപ്പം L3 ഇതിന്റെ മുകളിലൊന്നും വരാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. L3 ഇനി പ്രതീക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് എബ്രഹാം ഖുറൈഷിയുടെ ജീവിതം, സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെ ആയി, പിന്നെ ഉണ്ടാകുന്ന ഈ പറയുന്ന പോലെ ലാസ്റ്റ് ഉണ്ടായ ഡ്രാഗൺ ചിഹ്നം ആരാണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഡോമിനേറ്റ് ചെയ്ത ഒരു സാധനം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയും സംഭവിച്ചാൽ നായകൻ വിജയിക്കും എന്ന് തന്നെ ആയിരിക്കും. അതുകൊണ്ട് അതിന് വലിയ ഒരു സംഭവം വ്യത്യാസമോ ഒന്നും പ്രതീക്ഷിക്കാനില്ല. പക്ഷെ ഇത് എടുത്തു വെച്ചിരിക്കുന്ന നമുക്ക് രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരുപാട് സീനുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇരുന്ന് കാണാൻ ഒരു രസമുണ്ടെന്നില്ല.
മുരളി ഗോപിയുടെ എഴുത്ത് ഞാൻ ഇതിന്റെ പിന്നെ ട്രെയിലർ റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുരളി ഗോപിയുടെ രാഷ്ട്രീയ തന്ത്രം, അതിന് ഞാൻ പറഞ്ഞൊരു സാധനം തെറ്റിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ വില്ലൻ ആയിരിക്കില്ല എന്ന് പറഞ്ഞെടുക്ക മാറ്റി പറയണം. പക്ഷെ എങ്കിൽ പോലും അത്ര ശക്തനായ ഒരു വില്ലനായിട്ട് അയാൾ അവതരിപ്പിക്കുന്നില്ല. പക്ഷെ മുരളി ഗോപി അതിൽ മൈൻഡ് ഗെയിമായിട്ട് ചെയ്തു വെച്ചൊരു സാധനം ആ IUF-നെ വളരെയധികം സംരക്ഷിച്ചു ചേർത്തു. കാരണം അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്നില്ല നമുക്കറിയാൻ പറ്റും. ഒന്നാകെ നശിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെയിലർ റിയാക്ഷനിൽ, ആ ഒരു പാർട്ടീനെ മോശമായി കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇയാൾ പറയാൻ പോകുന്ന രാഷ്ട്രീയം ബാധിക്കും. അപ്പൊ അത് പാടില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. അപ്പൊ അത് കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ടാണ് മുരളി ഗോപി എഴുതിയിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സുരാജ് വെഞ്ഞാറമ്മൂടും ട്രെയിലർ റിയാക്ഷൻ ഒന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയും കൃത്യമായിട്ടും കിടിലമായിട്ടും അദ്ദേഹം എന്താണോ അയാളുടെ രാഷ്ട്രീയ ചിന്ത അതിനനുസരിച്ച് എഴുതിയിട്ടുണ്ട്. അതായത് അത് പിന്നെ നോർത്ത് ഇന്ത്യയിൽ അവർ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് ആദ്യം തൊട്ട്, അതായത് പൃഥ്വിരാജിന്റെ ചെറുപ്പകാലത്ത് കാണിക്കുന്ന സാധനം. അപ്പൊ അതൊക്കെ റെഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ടായിരിക്കണം അവരങ്ങനെ ഒരു സീനൊക്കെ കാണിച്ചിട്ടുണ്ടാകുക. അതുമല്ല, അതിനെ ഇപ്പൊ പറഞ്ഞ പോലെ സുരാജിനെ ഇവിടെ പിന്നെ ആ പാർട്ടിയുടെ അമരത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ അവർ നോർത്ത് ഇന്ത്യയിൽ പോയാൽ ഉണ്ടാവുന്ന അവസ്ഥയും കൃത്യമായിട്ട് കേരളത്തിൽ ഉള്ള ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾക്ക് വലിയൊരു റോളൊന്നും ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്, എടുത്തു കാണിച്ചിട്ടുണ്ട്. കാണണം എന്ന് തന്നെയാണ് പറയുന്നത്. കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂ. എൻ്റെ ചിന്തകളോ എൻ്റെ അതേ ആസ്വാദന രീതി ഒന്നും ആയിരിക്കില്ല നിങ്ങൾക്ക്. അപ്പൊ നിങ്ങളതൊന്ന് കണ്ടിട്ട് ചിന്തിച്ചു നോക്ക്. അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക.